ഹായ് ഫ്രണ്ട്സ്, കർഷക സുഹൃത്തുക്കളിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വാട്ടർ പമ്പിൻ്റെ വീഡിയോ തുടരുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ വാട്ടർ പമ്പിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാമെന്ന്. ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്നാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ഇതിൻ്റെ പെർഫോമൻസ് കാണുവാൻ. കുറേ പേര് വാട്സാപ്പ് ചെയ്തിരുന്നു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുകയാണ്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെയുള്ള മറ്റ് വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഒരു ഫുഡ് വാൽവ്, അതുപോലെ തന്നെ 2 സൈഡിലേക്കുള്ള കണക്ടറുകൾ, ഇതൊക്കെയാണ്. അപ്പോൾ ഇത് 1.5 കണക്ടറാണ് സെക്ഷനിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മളിന്ന് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് 1 ഇഞ്ച് സെക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒരെണ്ണം അഡീഷണലായിട്ട് വാങ്ങിയതാണിത്. അപ്പോൾ നമ്മുടെ 1 ഇഞ്ച് സെക്ഷൻ പൈപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതുപയോഗിച്ചാണ് നമ്മളിന്ന് വെള്ളം എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുൻപിലത്തെ പല വീഡിയോകളിലും നിങ്ങൾ കണ്ടിട്ടുള്ള നമ്മുടെ മീനെ വളർത്തുന്ന ടാങ്കാണിത്. അപ്പോൾ ഇതിൽ നിന്നാണ് ആദ്യം നമ്മൾ വെള്ളം എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പൈപ്പ് റേഞ്ച് ഉപയോഗിച്ച് അത്യാവശ്യം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ സെക്ഷനിൽ ചെറിയ എയർ വലിവ് പോലും പമ്പിങ്ങിനെ ബാധിക്കും. ഇനി നമുക്ക് വെള്ളം നിറച്ച് കൊടുക്കണം. ഇതിൽ വെള്ളം നിറയ്ക്കാൻ ഇതിൻ്റെ മുകളിൽ അവരൊരു ക്യാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ സൗകര്യത്തിന് വേണ്ടി ഞാനിതിൻ്റെ ഡെലിവറി ഭാഗത്തൂടെയാണ് വെള്ളം നിറയ്ക്കുന്നത്. ഇപ്പോൾ ഇത് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന കണക്ടർ തന്നെയാണ് ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് സ്റ്റാർട്ടാക്കാം. വെള്ളം ചിതറി വീഴുന്നത് കൊണ്ട് ശരിയായ വെള്ളത്തിൻ്റെ സ്പീഡൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് 1 ഇഞ്ച് പൈപ്പ് തന്നെ കണക്ട് ചെയ്യുകയാണ്. ഏകദേശം 1 ലെങ്ത് പൈപ്പാണ് ഞാൻ ഇതിലേക്ക് ഡെലിവറി ഹോസായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 1 ലെങ്ത് പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ പവർ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്. പൈപ്പ് നിറച്ചാണ് വെള്ളം വരുന്നത്. നമ്മുടെ ഫിഷ് ടാങ്കിന് ആഴം കുറവാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കിണറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്.
ആദ്യമായിട്ട് നമ്മൾ കിണറിൻ്റെ പുറത്ത് തന്നെ വെച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ കിണറിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏകദേശം 1 ലെങ്ത് പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കിണറിൻ്റെ അടപ്പടയ്ക്കുകയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ വൈബ്രേഷൻ കൊണ്ട് കിണറ്റിലേക്ക് വീണു പോകാൻ സാധ്യതയുണ്ട്. മുൻപ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ തോട്ടത്തിൻ്റെ ഏറ്റവും താഴെഭാഗത്താണ് നമ്മുടെ കിണർ. ഇപ്പോൾ നമ്മൾ ചരിവുള്ള ഭൂമിയായതുകൊണ്ട് മുകളിലേക്കാണ് പൈപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പവർ നിങ്ങൾ കാണുന്നുണ്ട്. ഏകദേശം 1 ഇഞ്ച് പൈപ്പ് നിറച്ച് തന്നെ വെള്ളം വരുന്നുണ്ട്. ഇനി നമ്മൾ ഉയരത്തിലുള്ള ഒരു മുളങ്കമ്പിൽ ഈ പൈപ്പ് വെച്ച് കെട്ടി അതിൻ്റെ ഹൈറ്റ് എത്ര കിട്ടുന്നുണ്ടെന്നൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്. അത്യാവശ്യം ഉയരത്തിൽ തന്നെ നല്ല പൈപ്പ് നിറച്ച്, അതായത് വലിയ പവറിന് കുറവൊന്നും ഇല്ലാതെ തന്നെ വെള്ളം വീഴുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു പവർ മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് കരുതുന്നു. അതിന് വേണ്ടുന്നൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ പലരും എന്നോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യമായിരിക്കാം, ഈ സക്ഷൻ പൈപ്പിൻ്റെ നീളം എത്രയായിരുന്നു? അത് ഞാൻ കാണിച്ചു തരികയാണ്. ഇത് 15 അടി ആയിട്ടുണ്ട്. മൂന്നടി. അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിച്ച സെക്ഷൻ പൈപ്പിൻ്റെ നീളം 18 അടിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോസിനൊക്കെ ധാരാളം വ്യൂസ് കിട്ടാറുണ്ട്, എന്നാൽ ലൈക്കും കമൻറ്റും ഒക്കെ വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. Thank you for watching.